ഞാൻ നിങ്ങളെല്ലാവരേക്കും മല്ലു ലൈഫ് ഇൻ USA സ്വാഗതം ചെയ്യാണ്. ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലാണ്. ഇവിടെ നമ്മൾ സൗത്ത് ഫ്ലോറിഡയിലാണ്. സൗത്ത് ഫ്ലോറിഡയിലെ ഒരു നാച്ചുറൽ പ്രിസർവ് പാർക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നാച്ചുറൽ പ്രിസർവ് പാർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു വെറ്റ്ലാൻഡാണ്. ഈ വെറ്റ്ലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ അലിഗേറ്റേഴ്സ്, കുറുക്കൻ, അങ്ങനെ നമുക്ക് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. അത് നമുക്ക് വിശദമായിട്ട് കാണാം. യോഗ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെല്ലാവരും കാണാൻ പറ്റും. ഇതൊരു മോർണിംഗ് ടൈമാണ്. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം ഏതായാലും എന്തൊക്കെ ഇവിടെ കാണാൻ കഴിയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരെയും പാർക്കിലേക്ക് 450 ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ 1650 അടി, 1600 തോന്നുന്നു, 1650 അടി ബോർഡ് വാക്കാണ്. ഈ ബോർഡ് വാക്ക് എന്ന് വെച്ചാൽ ഈ വുഡ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിനുള്ളിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം പല സ്റ്റേഷനുകളുണ്ട്. അങ്ങനെ നമുക്ക് നീണ്ടു കിടക്കുകയാണ്. 1600 അടിയാണ്. അപ്പോൾ അത് നമുക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാണാം. മഴയുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. വരൂ. Come on. മരങ്ങളും കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മളൊരു വെറ്റ്ലാൻഡിലേക്ക് നമ്മൾ എൻട്രി ആണ്. ഇവിടെ ബോർഡ് വാക്കി കൂടെ നമ്മൾ പോകുന്നത്. പക്ഷെ ചതുപ്പാണ്, മൊത്തം ചതുപ്പാണ്. 2 വശത്തും ചതുപ്പാണ്. അത് നല്ല ഡീപ്പുമാണ് അവിടെ. പക്ഷെ നമുക്ക് കാണാൻ പറ്റും അവിടെ. അപ്പോൾ എങ്ങനെയാ പോവാം. ഓക്കെ, നമ്മളപ്പോൾ 1600 അടിയുടെ കാര്യം പറയുന്നത്, ബോർഡ് വാക്കിൻ്റെ കാര്യം പറയുന്നത്. നമ്മളതിൻ്റെ എൻഡ് സ്റ്റേജിലേക്ക് വരികയാണ്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. അവിടെ കൂടുതൽ സർപ്രൈസ് മുഴുവൻ അവിടെ ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കംപ്ലീറ്റ് വെറ്റ്ലാൻഡാണ്. നമുക്ക് ഒന്നും പിന്നെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സർപ്രൈസ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഈവനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യോഗ കൊണ്ട് നമുക്ക് ആ സൺസെറ്റിൻ്റെ സീനും കൂടി നമുക്ക് നന്നായിട്ട് കാണാനും സാധിക്കും. ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ ഒരു ദിവസം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഫാമിലി ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇനി ഇവിടെ എന്തുണ്ടാവുന്നു. കുറേ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു.
പാർക്കിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയ. ഇനി നമ്മൾ പോകുന്ന ഒരു ഫ്ലോട്ടിംഗ് ഡോക്കാണ്, നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇത്തിരി ഡേഞ്ചർ ആണ്, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആഴം എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ 450 ഏക്കർ സ്ഥലത്തിന്റെ ഏറ്റവും 480 ഏക്കർ പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. മൊത്തം ഈ കാണുന്നത് 450 ഏക്കറാണ്. 480 അല്ല, 450 ഏക്കറാണ് സ്ഥലം കിടക്കുന്നത് ഇവരുടെ കണക്ക് പ്രകാരം, സിറ്റിയുടെ കണക്ക് പ്രകാരം. അവിടേക്ക് പോകുന്നവർ കുറെ കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആയിരിക്കും സാധാരണ ഈ കുറുക്കന്മാര് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അലിഗേറ്റേഴ്സിന് മിക്കവാറും നമുക്ക് ഇവിടെ കാണുമെന്നുള്ളതാണ് അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ കാണിക്കുന്നത്. പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാൻ ചിലപ്പോൾ ഇനി ആയാലും നമുക്ക് കാണാൻ പറ്റില്ല. ഈവനിങ് ആയി. നമ്മളിപ്പോൾ ആകാശം നോക്കി നമ്മളിപ്പോൾ നല്ല റെഡായിട്ട് വന്നിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. നമുക്ക് കാണാം. നമുക്ക് സൺസെറ്റ് വളരെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണിത്. ഈ സമയത്തൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി നല്ലൊരു അവസരവും കൂടിയാണിത്. നമുക്ക് ആ സൺസെറ്റ് കാണാം. നമുക്ക് നമ്മളെ വെള്ളത്തിലേക്കൊക്കെ നോക്കി ഒരു മിറർ ഇമേജ് കാണാം. നമുക്ക് ആ സൺസെറ്റിൻ്റെ നമ്മൾ ആ സ്കൈ നിൽക്കുന്നതിൻ്റെ അതേ മിറർ ഇമേജ് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേരിട്ട് കാണുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആണത്.